ഇന്നത്തെ പഠന വിഷയം യേശു ദൈവപുത്രനാണ് എന്നതാണ്. ഒരാളെ അറിയുന്നതിന്റെ തുടക്കം അയാളുടെ പേര് അറിയുന്നതാണ്. കാരണം പേര് വ്യക്തിയെ വെളിപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതലായി യേശുവിന് ഉപയോഗിച്ച് കാണുന്ന പേരുകൾ ദൈവപുത്രൻ, ക്രിസ്തു അഥവാ മിശിഹ, കർത്താവ് എന്നിവയാണ്. ഇവയിൽ ദൈവപുത്രൻ എന്ന പേരാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത്. ഏകദേശം പുതിയ നിയമത്തിൽ 50 തവണയോളം യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 4 സുവിശേഷങ്ങളും പരിശ്രമിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാണ് എന്ന് സുവിശേഷങ്ങൾ പല സൂചനകളും കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ അതിന്റെ പ്രാരംഭവും അതിന്റെ സമാപനവും വായിച്ചാൽ ഏകദേശം മനസ്സിലാകും. ഈ തത്വം വെച്ചുകൊണ്ട് സുവിശേഷങ്ങളുടെ തുടക്കവും ഒടുക്കവും നമുക്കിന്ന് പരിശോധിക്കാം. ഉദാഹരണം, ആദ്യത്തെ സുവിശേഷം അല്ലെങ്കിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം എന്നറിയപ്പെടുന്ന മർക്കോസിന്റെ സുവിശേഷം എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ആ സുവിശേഷത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ വാക്യം എന്നല്ല, അവസാന ഭാഗം ഇങ്ങനെയാണ്: ഈശോയെ അതിക്രൂരമായി പീഡിപ്പിച്ച് വധിക്കാൻ മുൻകൈയെടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പട്ടാള മേലുദ്യോഗസ്ഥന്റെ ഒരു കുമ്പസാരമാണ്. അത് മർക്കോസ് 15:39 സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അപ്പൊ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. സുവിശേഷം സമാപിക്കുന്നത് ശതാധിപന്റെ ഏറ്റുപറച്ചിലിനോടെ ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന പ്രസ്താവനയോടെ. ഇനി നമുക്ക് വേറെ സുവിശേഷം എടുക്കാം, യോഹന്നാന്റെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് 14-ാം വാക്യത്തിൽ പറയും, വചനം മനുഷ്യനായി, വചനം അവിടെ അർത്ഥം ദൈവം എന്നാണ്, വചനം ലോഗോസ് മനുഷ്യനായി മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ സുവിശേഷത്തിന് ഏറ്റവും അവസാനം വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അതിങ്ങനെയാണ്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന്. അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷവും തുടക്കത്തിലും ഒടുക്കത്തിലും വ്യക്തമായി പറയാണ് ഈശോ ദൈവപുത്രനാണ് അഥവാ ദൈവമാണ്. ഇനി മത്തായിയുടെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ അവിടെ 1-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ യോസേപ്പ് പിതാവിനുള്ള മംഗളവാർത്തയിൽ മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് 2 പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്. മാത്രമല്ല, അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് രക്ഷകനാണ്. 1:21 അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യന് സാധ്യമല്ല, ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. ആ സുവിശേഷം അവസാനിക്കുന്നത് എങ്ങനെയാണ്? മത്തായി 28:18 ശിഷ്യന്മാർക്കുള്ള കൽപ്പനയാണ്. ഈശോ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും. അവിടുന്ന് ദൈവമാണെന്നുള്ളതിന്റെ പരോക്ഷമായ ഒരു പ്രഖ്യാപനമാണിത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ ദൈവമല്ലാതെ പിന്നെ ആരാണ്? സകല ജനത്തെ ശിക്ഷപ്പെടുത്താൻ ഓർഡർ കൊടുക്കാൻ ദൈവത്തിനല്ല ആർക്കാണ് സാധിക്കുക? ലൂക്കാ സുവിശേഷം കൂടെ നോക്കാം. ലൂക്കാ സുവിശേഷം തുടങ്ങുന്ന പോലെ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ
പരിശുദ്ധ കന്യകാമറിയത്തുള്ള മംഗളവാർത്തയിൽ മാലാഖ എടുത്തു പറയുകയാണ് 1:32 അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ സുവിശേഷം അവസാനിക്കുന്നത് ഭാഗത്ത് ലൂക്ക 24:52 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കർത്താവ് ശിഷ്യന്മാരും സ്വർഗത്തിലേക്ക് പോകുന്ന ആ സമയത്താണ് അവർ അവനെ ആരാധിച്ചു. ദൈവത്തെ അല്ലേ ആരാധിക്കാൻ കടപ്പെട്ടിട്ടുള്ളൂ, മനുഷ്യരെയോ മാലാഖയോ ആരാധിക്കാൻ പാടില്ല. അപ്പൊ അവർ യേശുവിനെ ആരാധിച്ചു എന്ന് സുവിശേഷം പറയുമ്പോൾ ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയാണ്. ഇനി നമ്മൾ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്ന അനേകം സാക്ഷ്യങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് പിതാവായ ദൈവത്തിന്റെ സാക്ഷിയാണ്. ഒരു മകനെ പറ്റിയോ മകളെ പറ്റിയോ അപ്പൻ പറയുന്നതിനേക്കാൾ വിലപ്പെട്ട ഒരു സാക്ഷ്യമില്ലല്ലോ. പിതാവായ ദൈവം 2 തവണയെ സംസാരിക്കുന്നുള്ളൂ പുതിയ നിയമത്തിൽ. അത് 2 തവണയും യേശു ആരാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. അത് നമുക്കറിയാം. ഒന്നാമത്തെ സന്ദർഭം യേശുവിന്റെ ജ്ഞാനസ്നാനമാണ്. മർക്കോസ് 3:17 പിതാവായ ദൈവം പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. രണ്ടാമത്തെ സന്ദർഭം യേശുവിന്റെ രൂപാന്തരീകരണമാണ്. അവിടെ പിതാവ് പറയുകയാണ് മർക്കോസ് 9:7 ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ പിതാവായ ദൈവം വാ തുറന്ന് ആകെ സംസാരിച്ച ഒറ്റ കാര്യം, യേശു ദൈവത്തിന്റെ പുത്രനാണ്, യേശു തന്റെ മകനാണ്, തന്റെ പുത്രനാണെന്നാണ്. ഈശോ തന്നെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3 തവണയാണ് അത് കാണുന്നത്. ഒന്നാമത്തേത് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലാണ്. അത് വളരെ നിർണായകമായ സന്ദർഭമാണ്. ഈശോയെ വധിക്കുന്നതിന് ഒരു പ്രത്യേക മതിയായ കുറ്റമൊന്നും കാണാതെ വന്നപ്പോൾ പ്രധാന പുരോഹിതൻ ഒരു അടവ് പ്രയോഗിക്കുന്നു. അതിങ്ങനെയാണ്, ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായി 26:63 ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? അവിടെ ആണെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് കുരിശുമരണ ശിക്ഷ വിധിക്കപ്പെടുന്ന ഉറപ്പാണ്. പക്ഷെ ഈശോ ഉടനെ പറയാണ് മറുപടി. മത്തായി 26:64 പറയാണ്, നീ പറഞ്ഞല്ലോ. അതൊരു സെമിറ്റിക് ഭാഷാ ശൈലിയാണ്. നീ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് അതേ എന്ന് പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു രീതിയാണ്. നീ പറഞ്ഞല്ലോ, നീ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ മർക്കോസ് വിശേഷൻ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. മർക്കോസ് 14:62 ഈശോ കൊടുത്ത മറുപടി ഞാൻ തന്നെ. ഡയറക്റ്റായിട്ട് പറയാണ്, ഞാൻ തന്നെ. നീ ദൈവപുത്രനാണോ? ഞാൻ തന്നെ. മറ്റൊന്ന്, ഈശോ ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തിയ രംഗമാണ്. ഓർക്കുന്നില്ലേ? ജന്മന അന്ധനായവനെ കർത്താവ് തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി പൂശി അവനെ സുഖപ്പെടുത്തി. അപ്പൊ അവൻ ഈശോയാണ് തന്നെ സുഖപ്പെടുത്തി ഏറ്റു പറഞ്ഞത്. അവർക്ക് ഫരിസേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അവനെ എന്ത് ചെയ്തു? അവർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. യഹൂദ മതത്തിൽ നിന്ന് തന്നെ അവനെ ബഹിഷ്കരിച്ചു. കർത്താവിനെ തപ്പി നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോ കർത്താവിന് ഒറ്റ ചോദ്യം ചോദിച്ചതാണ് യോഹന്നാന്റെ സുവിശേഷം 9:35 മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നോ? ഇവിടെ മനുഷ്യപുത്രനിൽ എന്നതിന് POC ബൈബിളിന്റെ ഫുട് നോട്ടിൽ പറയുകയാണ് അതിന്റെ അർത്ഥം ദൈവപുത്രൻ എന്നാണ്. അപ്പം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നു. ഈശോ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു ഇഷ്ട വാക്കായിരുന്നു മനുഷ്യപുത്രൻ. ഈശോ ഒരിക്കലും തന്നെ പറ്റി ദൈവപുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നില്ല. അതിന് പകരമായിട്ട് ഉപയോഗിച്ച വാക്ക് മനുഷ്യപുത്രൻ എന്നായിരുന്നു. പക്ഷെ മനുഷ്യപുത്രൻ എന്ന വാക്കിന് POC ബൈബിളിന്റെ ഫുട് നോട്ടിൽ കൊടുത്തിരിക്കുകയാണ് അതിന്റെ അർത്ഥം ദൈവപുത്രൻ തന്നെയാണ്. അപ്പൊ ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്, മനുഷ്യപുത്രൻ നീ വിശ്വസിക്കുന്നു, അർത്ഥം ദൈവപുത്രൻ നീ വിശ്വസിക്കുന്നു. അപ്പൊ 36 വാക്യത്തിൽ അവൻ ചോദിക്കുകയാണ്, അദ്ദേഹം ആരാണ്? 37 വാക്യം ഈശോയുടെ മറുപടി, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ, നീ അവനെ കണ്ടു കഴിഞ്ഞു. മറ്റൊരു സന്ദർഭം സോളമന്റെ മണ്ഡപത്തിൽ വെച്ചുണ്ടായ യഹൂദന്മാരുമായി തർക്കമാണ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണത്, 35 മുതലുള്ള വാക്യങ്ങൾ. അവർ ചോദിക്കുന്ന ഇതാണ്, നീ ക്രിസ്തു ആണോ അല്ലയോ ഞങ്ങളോട് തുറന്നു പറയുക. അപ്പൊ ഈശോ പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ സംസാരം മുന്നോട്ട് പോകുമ്പോൾ
അവർ അവനെ എറിയാൻ കല്ലെടുത്തു. അപ്പൊ ഈശോ ചോദിക്കുകയാണ്, 35-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു. ഈശോ അവിടെയും വ്യക്തമായിട്ട് പറയുകയാണ് അവിടുന്ന് ദൈവപുത്രൻ തന്നെ. ഇനി വേറെ ഏതാനും ചില സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട പത്രോസിന്റെ ഏറ്റുപറച്ചിലാണ്. കഫർനാമിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞ മറുപടി, നീ ഒരു പ്രവാചകനാണ്, അതായത് നീ ഒരു മനുഷ്യനാണ്. പക്ഷെ ആ ഉത്തരം കർത്താവിന് സ്വീകാര്യമായില്ല. അതുകൊണ്ട് അവിടെ എടുത്തു ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നോട് അടുത്ത് ഇടപെട്ടവരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന് ഉത്തരം പത്രോസാണ് പറയുന്നത്, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇവിടെ രണ്ട് വാക്ക് പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഈശോ അതിനൊരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് ഏറ്റു പറയുന്നുണ്ട്. അവിടുന്ന് പറയാണ്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഈശോ ദൈവപുത്രനാണെന്നുള്ള പത്രോസിന്റെ പ്രസ്താവനയെ ഈശോ പൂർണ്ണമായി അംഗീകരിച്ചുറപ്പിക്കുകയാണ് ആ വാക്കിലൂടെ. മറ്റൊരു സാക്ഷ്യം നത്താനയേലിന്റെ ആണ്. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ വളരെ ബുദ്ധിപരമായി മറ്റും കഴിവുറ്റ ഒരാളാണ് അദ്ദേഹം, നത്താനയേൽ. ബർത്തലോമിയോ എന്നും വേറൊരു പേരും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മുൻവിധി ഉണ്ടായിരുന്നത് നസ്രത്തിൽ നിന്ന് ഒരു നന്മ ഉണ്ടാകുകയില്ല. അപ്പൊ അന്ത്രോസ് എന്ന് പറയുന്നത്, ഫിലിപ്പോസ് എന്ന് പറയുന്നതാണ് നത്താനയേലിന് ഫിലിപ്പോസ് ആണ് എന്ന് പറയുന്നത്, ഞങ്ങൾ മെശിഹായെ കണ്ടു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം കാത്തിരുന്ന മെശിഹായെ ഞങ്ങൾ നേരിട്ട് കണ്ടു, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ. അപ്പോൾ നത്താനയേൽ എടുത്തടിച്ച് പറഞ്ഞു, ഓ, അവിടെ നിന്ന് എന്ത് നന്മയുണ്ടാകാനാണ്? അത് പറഞ്ഞിങ്ങ് വരുമ്പോ നത്താനയേലിനെ ഈശോ അഭിമുഖീകരിച്ചു. കണ്ട ഉടനെ ഈശോ പറഞ്ഞു, നീ ആ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടല്ലോ. അത് നത്താനയേൽ വല്ലാതെ സ്വാധീനിച്ചു. നത്താനയേൽ ഉടനെ താണു വീണ് പറഞ്ഞ വാക്കിതാണ്, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവുമാണ്. മറ്റൊരു സന്ദർഭം മർത്തായുടേതാണ്. ലാസർ മരിച്ചു കഴിഞ്ഞു. ആ ഇവരെ അറിഞ്ഞിട്ട് ഈശോ മനഃപൂർവ്വം അങ്ങോട്ട് പോകാതെ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നിടത്തിന് തങ്ങി. പിന്നീട് കർത്താവ് അവിടെ ചെല്ലുമ്പോൾ മർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഉടനെ ഈശോ പറയാണ്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, നീ അത് വിശ്വസിക്കുന്നോ? മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, വളരെ ശ്രദ്ധേയമാണ്. ഞാനാണ് പുനരുദ്ധാനം ജീവനും, നീ അത് വിശ്വസിക്കുന്നു ചോദിക്കുമ്പോ ഞാനത് വിശ്വസിക്കുന്നു പറയുന്നതിന് പകരം മർത്താ പറഞ്ഞ വാക്കിതാണ്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നാപയോഹന്നാന്റെ സാക്ഷ്യം മറ്റൊന്നാണ്. സ്നാപയോഹന്നാനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്നാപയോഹന്നാന് അസ്തിത്വം കൊടുത്തത് പോലും യേശുക്രിസ്തുവിനെ ഇസ്രായേലിൽ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം. 18 മാസമാണ് സ്നാപകൻ ശുശ്രൂഷ ചെയ്തത്. അത് മുഴുവനും ക്രിസ്തു ആരാണെന്ന് പറയാൻ മാത്രം ജനിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം യോഹന്നാന്റെ ശുശ്രൂഷ 1-ാം 34 പറയുന്നൊരു വാക്കുണ്ട്, അവൻ ദൈവപുത്രനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിശാചുക്കൾ പോലും ഈശോ ദൈവപുത്രനാണെന്ന് പറയുന്നതായി സുവിശേഷകന്മാർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, നമുക്ക് ഒരിക്കലും മറക്കാത്ത ഒന്നാണ്, ആ ശവകുടീരങ്ങളുടെ ഇടയിൽ താമസിച്ചിരുന്ന, വസ്ത്രം ധരിക്കാത്ത, ദേഹം മുഴുവനും കല്ലുകൊണ്ട് മുറിപ്പെടുത്തുന്ന, ചങ്ങലകളും വിലങ്ങുകളും വലിച്ചു പൊട്ടിക്കുന്ന ഭീകരനായ ഒരു പിശാചി ബാധിതൻ. 2000 പന്നികളിൽ ആവേശിച്ച് 2000 പന്നികൾ ചത്തുപോകാൻ തക്കവണ്ണം പിശാചുക്കളും
ഒരു വലിയ കൂട്ടം അധിവസിച്ചിരുന്ന ആ മനുഷ്യൻ പറയുന്ന വാക്കാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനുള്ള പിശാച് പറയുന്ന വാക്കാണ് മർക്കോസ് 5:7. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നെ പീഡിപ്പിക്കരുതേ. മരുഭൂമിയിൽ ഈശോയെ പരീക്ഷിക്കുന്ന പിശാചിനെ പറ്റി 3 സുവിശേഷന്മാരും പറയുന്നുണ്ട്. പിശാച് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പം എന്ന് പറയുക, അപ്പമാകാൻ പറയുക. ഇപ്പൊ ദൈവപുത്രനാണെന്ന് പിശാചിന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദൈവപുത്രനാണെങ്കിൽ അത് തെളിയിക്കുക എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ദൈവപുത്രൻ എന്ന് ഈശോയെ ദൈവപുത്രൻ എന്ന് പറയുന്നതിന്റെ കുറച്ച് വിശദമായ അർത്ഥത്തിലേക്ക് നമ്മൾ കിടക്കാൻ ശ്രമിക്കുകയാണ്. ഈ യഹോവ സാക്ഷികളെ പറ്റി നമുക്ക് അറിയാമല്ലോ. അവരെന്താ പറയുന്നത്? അവര് പറയും യേശു ദൈവപുത്രനാണ്, പക്ഷേ ദൈവമല്ല. യഹോവ മാത്രം ദൈവം. അതുകൊണ്ടാണ് യഹോവ സാക്ഷികൾ എന്ന് തന്നെ അവരെ പറ്റി പറയുന്നത്. ദൈവപുത്രനാണ്, പക്ഷേ ദൈവമല്ല. അപ്പോൾ ഈ യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 3:26 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. അത് ദത്തുപുത്രത്വമാണ് പറയുന്നത്. ദത്തുപുത്രത്വം. യേശുക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും ദൈവപുത്രന്മാരാണ്. ഏതർത്ഥത്തിൽ? അവർ ദത്തുപുത്രരാണെന്ന അർത്ഥത്തിൽ. അവര് പിതാവായ ദൈവത്തിന്റെ സഹജമായ പുത്രരല്ല. അപ്പൊ യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കുന്നത്, ഇവിടെ നമ്മൾ പറയുന്ന ഒരു വാക്ക് തന്നെയുണ്ട്, അവിടുത്തെ ഏകപുത്രനും. AD 100 ആണ്ടോടുകൂടി രൂപം കൊണ്ടതാണ് അപ്പോസ്റ്റൽസ് ക്രീഡ്. ശിഷ്യരുടെ വിശ്വാസ പ്രമാണം എന്ന് തന്നെ പറയുന്നു. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് 12 ആർട്ടിക്കിൾസ് ആണല്ലോ വിശ്വാസ പ്രമാണത്തിലുള്ളത്. അതിൽ 7 ആർട്ടിക്കിൾസും യേശുവിനെ പറ്റിയാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതേപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്താണ്? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ പറയുന്നത് അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. അപ്പം ഈശോയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ. ഒന്ന് ഏകപുത്രനും, അതെടുക്കാം നമുക്ക്, ആ വാക്ക് തന്നെ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദത്തുപുത്രരാണ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥ പുത്രൻ ഒരാളേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? എന്ന് പറയുന്ന അർത്ഥം പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ എന്നാണ്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. ദൈവം ഒരു വ്യക്തിയല്ല, ദൈവം 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. 3 പേർക്കും തുല്യതയുണ്ട്. 3 പേരുടെ എസൻസ്, സത്ത ഒന്നാണ്. പിതാവിന്റെ അതേ എസൻസ് അല്ലെങ്കിൽ സത്തയാണ് പുത്രന്, പുത്രന്റെയും പിതാവിന്റെ അതേ സത്ത എസൻസ് ആണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സഹജപുത്രനാണ് യേശു. അതുകൊണ്ട് അവിടുന്ന് ദൈവം തന്നെയാണ്. അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരുവനായതുകൊണ്ട് അവിടുന്ന് പിതാവിനെ പോലെ തന്നെ ദൈവം തന്നെയാണ്. അപ്പൊ യഹോവ സാക്ഷികളുടെ വാദഗതി തെറ്റാണെന്ന് വ്യക്തമാവുകയാണ്. അവര് പറയുന്നത് എന്താണ്? യേശു പുത്രനാണ് ദൈവത്തിന്റെ, പക്ഷെ ദൈവമല്ല. പക്ഷെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം യേശു ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന പദപ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്
അവിടുന്ന് ദൈവത്തിന്റെ സഹജപുത്രൻ എന്ന് വെച്ചാൽ അപ്പന്റെ അതേ എസൻസ് മകനും ഉണ്ടായി തീരും. മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ പട്ടിയെ പൂച്ചാടി ജനിക്കുകയല്ലോ, മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ മനുഷ്യർ തന്നെയായിരിക്കും. അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ അതേ എസൻസ് തന്നെയാണ് യേശു ക്രിസ്തുവിന്. അതുകൊണ്ട് അവിടെ ഏകപുത്രൻ എന്ന വാക്കിന് അർത്ഥം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഏകസത്ത, ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പോസ്റ്റൽസ് ക്രീഡ് ഉണ്ടായത് ഏകദേശം 100-ാം ആണ്ടോടുകൂടിയാണ്. അതിനുശേഷം യേശുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് വളരെയേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഷണ്ഡത കഴിഞ്ഞ് ആദ്യത്തെ മുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആര്യനിസം എന്ന് പറയുന്ന ഒന്നാണ്. അത് ഒരു അലക്സാണ്ട്രിയൻ വൈദികനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അത് തെറ്റായ പ്രബോധനമാണ്. ആര്യനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാഷണ്ഡതയാണത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. അങ്ങനെയാണല്ലോ, പിതാവിൽ ജനിച്ചവൻ ആണ് പുത്രൻ. അങ്ങനെയാണെങ്കിൽ പുത്രന്റെ അസ്തിത്വത്തിന് ഒരു ആരംഭമുണ്ടാകണം. നമ്മുടെ മാനുഷിക രീതിയിൽ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അപ്പൻ ജനിക്കുന്നു, വളരുന്നു, പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ ജനിക്കുന്നത്. അപ്പനും മകൻ ഒരുമിച്ച് ഉണ്ടാകാൻ പറ്റിയല്ല. അപ്പൻ അസ്തിത്വം ഉള്ളപ്പോൾ തന്നെ, അപ്പൻ എന്ന് അസ്തിത്വം ഉണ്ടാകാൻ തുടങ്ങിയോ അന്ന് തന്നെ മകൻ അസ്തിത്വം ഉണ്ടാകുകയില്ല. അപ്പന്റെ അസ്തിത്വവും മകന്റെ അസ്തിത്വവും രണ്ടും രണ്ടായിട്ടേ ഉള്ളൂ. അത് മാനുഷിക രീതിയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ അലക്സാണ്ട്രിയൻ വൈദികനായ ആരിയൂസ് വാദിച്ചത് അങ്ങനെയാണ്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ക്രിസ്തു പുത്രനെങ്കിൽ പുത്രന്റെ അസ്തിത്വത്തിന് ഒരു ആരംഭം ഉണ്ടാകണം. അതായത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ആണ് യേശു എന്ന് അദ്ദേഹം വാദിച്ചു. അതിനാൽ യേശു ദൈവമേ അല്ല എന്ന് ഉറപ്പിച്ച് പഠിപ്പിച്ചു. ഈ പാഷണ്ഡതയുടെ പേരാണ് ആര്യനിസം. ഈ ഒന്നാമത്തെ സാർവത്രിക സൂനക ദിവസം അത് നിഖ്യായിൽ വെച്ച് നടന്നതാണ് 325-ാം ആണ്ടിൽ. അപ്പൊ 700-ാം ആണ്ടിൽ രൂപം കൊണ്ട വിശ്വാസ പ്രമാണത്തിൽ അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ ആ ഒരു വാചകം ഈ 325-ാം ആണ്ടിൽ നടന്ന നിഖ്യാ സൂനക ദിവസത്തിൽ വെച്ച് വളരെ അധികം വിശദമാക്കേണ്ടി വന്നു. അത് നമ്മൾ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, അതാണ് നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിഖ്യായിൽ നടന്ന സൂനക ദിവസത്തിൽ പങ്കെടുത്ത സഭാ നേതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, അതാണ് ഇന്നോളം സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഈ നൈസിയൻ ക്രീഡാണ് എല്ലാ കാലത്തുമുള്ള ഈശോയെ പറ്റിയുള്ള പ്രബോധനത്തിന്റെ അടിസ്ഥാന പ്രബോധനം. എന്താണത്? അതായത് ജനിച്ചവൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ സൃഷ്ടിക്കപ്പെട്ടവനല്ല. നമുക്കത് മുഴുവൻ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ജനിച്ചവൻ, പക്ഷെ എടുത്തു പറയുകയാണ് എന്നാ സൃഷ്ടിക്കപ്പെടാത്തവൻ. അതുപോലെ പറയുന്നു യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവ്. അപ്പൊ അവന് എന്നാ അസ്തിത്വം ഉണ്ടാകുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നാണ് യേശു ജനിക്കുന്നത്, അത് ശരിയാ. പക്ഷെ പിതാവിന്റെ അസ്തിത്വത്തോടൊപ്പം തന്നെ പുത്രനും അസ്തിത്വമുണ്ട്. നമ്മള് ചില പ്രാർത്ഥനകൾ സൂചിപ്പിക്കാറുണ്ട്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അത് ആദ്യം പിതാവ് ഉണ്ടായി പിന്നെ പുത്രൻ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്.
പിതാവ് ഉള്ളപ്പോൾ പുത്രനുമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സത്തയുള്ളവരും ഒരേ തുല്യതയുള്ളവരുമാണ്. അപ്പോൾ കത്തോലിക്കാ സഭ വ്യക്തമായി നിക്കാ സുനദോസ് പഠിപ്പിച്ചു, ഈശോ ആരംഭമില്ലാത്തവനാണ്, ജനിച്ചവനാണ് എന്ന ആ വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ ആരംഭമുള്ളവനാണെന്ന് ആരിയൂസ് തെറ്റായി പഠിപ്പിച്ചപ്പോൾ സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയ വെളിച്ചമനുസരിച്ച് പഠിപ്പിച്ചു, ജനിച്ചവനാണ്, അത് ശരിയാ, പക്ഷെ ആരംഭമില്ല. അതുകൊണ്ട് ഒരു വാക്കുകൂടി ചേർത്ത്, സൃഷ്ടിക്കപ്പെടാത്തവനാണ്. അവന് സൃഷ്ടാവാണെന്ന് പിന്നെ പറയുന്നുണ്ട്. അത് വളരെ രസകരമാണ്. താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വായിച്ചതിന്റെ ആ കേടിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്: അവിടുന്ന് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയും. ഇതുവരെ പറഞ്ഞതിന്റെ കൺക്ലൂഷനാണത്. ഈശോയുടെ സത്തയും പിതാവിന്റെ സത്തയും ഒന്ന് തന്നെയാണ്. പിതാവ് ഏതെല്ലാം അർത്ഥത്തിൽ ദൈവമായിരിക്കുന്നോ ആ അർത്ഥത്തിലെല്ലാം പുത്രനായ യേശുവും ദൈവം തന്നെയാണ്. അതിനുശേഷം പറയുന്ന നിത്യാവിശ്വാസ പ്രവർത്തനത്തിന് ശേഷം വരുന്ന പ്രസ്താവന ഇങ്ങനെയാണ്: അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അപ്പം ആരാണ് സൃഷ്ടാവ്? തീർച്ചയായും പിതാവായ ദൈവമാണ് സൃഷ്ടാവ്. പക്ഷെ അതേടൊപ്പം എടുത്തു പറയുകയാണ്, ക്രിസ്തു വഴിയാണ് പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടതും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇത് കൊളോസസ് ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ പിതാവ് ആയ ദൈവം സർവ്വ സൃഷ്ടിയും നടത്തി പ്രപഞ്ച സംവിധാനം ചെയ്തു. പക്ഷേ ആര് വഴി? പുത്രനിലൂടെ, പുത്രൻ വഴി, ഈശോ വഴി. അപ്പം ഈശോ എന്നുണ്ടായിരിക്കണം? അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ആ നിക്കാ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. ഇവിടെ തീർച്ചയായിട്ടും പ്രൈമസി പിതാവിന് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പുത്രൻ, ഈ യേശു അല്ലെ ക്രിസ്തു പുത്രനായതുകൊണ്ട് പിതാവിനേക്കാൾ കുറഞ്ഞവനല്ല, ഒരർത്ഥത്തിലും കുറഞ്ഞവനല്ല, പിതാവിന് സമൻ. അതാണ് ഈശോ പല പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകും. അവിടെ ത്രിത്വത്തിന്റെ രഹസ്യം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ത്രിത്വത്തിൽ 3 പേരും വ്യതിരിക്ത വ്യക്തികളാണ്. പിതാവ് ഒരു പ്രത്യേക വ്യക്തി, പുത്രൻ മറ്റൊരു പ്രത്യേക വ്യക്തി, പരിശുദ്ധാത്മാവ് മറ്റൊരു പ്രത്യേക വ്യക്തി. പക്ഷേ സത്ത 3 പേരുടെ ഒന്നായതുകൊണ്ട്, ദൈവിക സത്തയാണ് 3 പേരും പങ്കിടുന്നത് കൊണ്ട് ആണ് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. പിന്നീട് പീലിപ്പോസ് പറയുന്നുണ്ട് അന്ത്യത്താഴത്തിൽ വെച്ച്, ഈശോയെ, പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, അയാൾക്ക് അത് മതി. ഈശോ ഒരുതരം ശാസനാപൂർവ്വം ചോദിക്കുകയാണ്, ഇത്രയേറെ കാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് പീലിപ്പോസെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോ ഈ പിതാവിനോട് കൂടെ അവൻ ഏകസത്തയാണെന്ന് പറയുമ്പോൾ നമ്മൾ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ദൈവപുത്രന്റെ വാക്ക് സത്യത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈശോ ദൈവം തന്നെയാണെന്നുള്ളതിന്റെ വ്യക്തമായ പഠിപ്പിക്കലാണ് അവിടുന്ന് ദൈവപുത്രനാണെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ 4 പോയിന്റ് ഒന്നുകൂടെ പറയുകയാണെന്ന്, ദൈവത്തിന്റെ ഏകപുത്രനാണ് ഈശോ. നമ്മളെല്ലാവരും ഈശോയുള്ള വിശ്വാസം മൂലം ദൈവപുത്രന്മാരാണ്, ദൈവപുത്രിമാരാണ്. പക്ഷെ അത് ദത്തുപുത്ര സ്ഥാനമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ യഥാർത്ഥ പുത്രൻ, അല്ലെങ്കിൽ സഹജമായ രീതിയിലുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് ഒന്നേ ഉള്ളൂ. അതാണ് ഏകപുത്രൻ എന്ന് പറയുന്നത്. അത് ഈശോ മിശിഹായാണ്. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഈശോ
പരിശുദ്ധ ത്രിത്വത്തിലെ ഒരുവനായ ദൈവം തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സഹജപുത്രൻ ദൈവം തന്നെ. അതുപോലെ അവൻ പിതാവായ ദൈവം സൃഷ്ടാവായിരിക്കുന്നത് പോലെ പുത്രനായ ദൈവവും സൃഷ്ടാവ് തന്നെയാണ്. അതാണ് എനിക്ക് വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നത്. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന് ആരംഭമില്ല. കാരണം ഒരിക്കൽ യഹൂദന്മാർ ചോദിക്കുന്നില്ലേ, കർത്താവുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരെ ഒത്തിരി പൊക്കി പറഞ്ഞ് ഞങ്ങൾക്ക് പിതാവായ അബ്രാഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ യേശു പറഞ്ഞു, ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ടല്ലോ. അവർ ചോദിക്കുക, നിനക്ക് ഇപ്പോഴും 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ എന്താ ഈ പറയണത്? അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഇതിന്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഇതിന് ശേഷം അല്പം കൂടെ മുന്നോട്ടുണ്ട് എങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 454 ഖണ്ഡികയാണ്. അതിങ്ങനെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 454. ദൈവപുത്രൻ എന്ന അഭിധാനം യേശു ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെ ആണ് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് പിതാവിന്റെ ഏകപുത്രനാകുന്നു. അവിടുന്ന് ദൈവം തന്നെയാകുന്നു. അപ്പോൾ ദൈവപുത്രനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സഭ അത് വ്യാഖ്യാനിക്കുന്നതുണ്ടോ? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ വിചാരം വേദപുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. തെറ്റായ ധാരണയാണ്. വേദപുസ്തക പണ്ഡിതന്മാർ യേശുവിന്റെ കാലത്തുണ്ടായിരുന്നു, സ്ക്രൈബ്സ് എന്ന് പറയുന്ന കൂട്ടർ. അവരുടെ യേശു എന്താ പറയാ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു, ദൈവവചനം മനസ്സിലാക്കുന്നതിൽ തെറ്റ് പറ്റിയിരിക്കുന്നു. ഇപ്പൊ ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാന ആവശ്യമായ ഒരു ഗ്രന്ഥമാണ്. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ആർക്കും വായിക്കാൻ പറ്റും, നമ്മുടേതായ കഴിവനുസരിച്ച് മനസ്സിലാക്കാനും പറ്റും. പക്ഷേ അതിലൊരു ആർട്ടിക്കിളിനെ പറ്റി തർക്കമുണ്ടായാൽ അതിന്റെ അവസാന വാക്കാരാ പറയുന്നത്? സുപ്രീം കോടതി പറയണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആർക്കും വായിക്കാനും മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ പറ്റിയാലും ആധികാരികമായി അത് വ്യാഖ്യാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമാണ്. ഇതുപോലെയാണ് വിശുദ്ധ ഗ്രന്ഥവും. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാം. പണ്ട് ഒരു 100-100 കൊല്ലങ്ങൾക്ക് മുമ്പ് ബൈബിൾ ആർക്കും സ്വന്തമായി കൊണ്ടുനടക്കാൻ അവകാശമില്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ ദേവാലയത്തിൽ കുർബാനയ്ക്ക് മാത്രമേ വായിക്കാനും പാടുണ്ടായിരുന്നു. കുർബാനയിലെ വായനകളെ പറ്റി കാർമ്മികം നൽകുന്ന പ്രബോധനമല്ലാതെ ബൈബിൾ തനിയെ കൊണ്ടു നടക്കാനോ വായിക്കാനോ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അനുവദിച്ചിരുന്നില്ല. അതിന്റെ ഒരു കാരണം വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാന ആവശ്യമുള്ള പുസ്തകമായതുകൊണ്ടാണ്. ഒരു പ്രിക്കോഷന് വേണ്ടി അങ്ങനെ എടുത്താൽ. പക്ഷെ രണ്ടാമത്തെ ക്ലാസ് സുവർണദോസിൽ വെച്ച് കുറച്ച് വ്യത്യാസം വന്നു. വിശുദ്ധ ഗ്രന്ഥം എല്ലാവർക്കും പ്രാപ്യമാകണം. അങ്ങനെയാണല്ലോ വിശുദ്ധ ബൈബിൾ മാതൃഭാഷകളിലേക്ക് പ്രസിദ്ധിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രസ്താവനയും നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പത്രോസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായിട്ടുള്ളതല്ലാത്തത് കൊണ്ട് മനുഷ്യൻ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇവിടെ ഈ വാക്കിനെ പറ്റി ഞാൻ പറയുന്നത്, ദൈവപുത്രൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ യഹോവ സാക്ഷി പറയുന്ന പോലെ എന്താ ചിന്തിക്കാൻ പോകുന്ന? മാനുഷികമായി ആ ദൈവത്തിന്റെ മകൻ, അവിടെ സുപ്പീരിയർ ദൈവമാണ്, മകൻ എന്തായാലും താഴെ നിൽക്കുള്ളൂ എന്നല്ല വിചാരിക്കുള്ളൂ. ഇവിടെയാണ് സഭ വന്നിട്ട് പഠിപ്പിക്കുന്നത്. കണ്ടോ എന്താ പഠിപ്പിക്കുന്നത്? ദൈവപുത്രൻ എന്ന അഭിധാനം യേശു ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. അതായത് ഇവിടെ പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബന്ധം കാണിക്കാൻ വേണ്ടി മാത്രം. പിതാവിനേക്കാൾ കുറച്ച് കുറഞ്ഞവനാണ് യേശു എന്ന് കാണിക്കാൻ വേണ്ടി അല്ല
പുത്രൻ എന്ന വാക്ക് ബന്ധം കാണിക്കാൻ വേണ്ടി, അപ്പനോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ സ്വന്തം മകനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ സാക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്യാണ്, പുത്രനായതുകൊണ്ട് ദൈവത്തോളം വലിപ്പം ഇല്ലവന്, താന്നു നിന്നാ മതി എന്ന് അവർ പറയുന്നത്. അങ്ങനെയല്ല. പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബന്ധം കാണിക്കാൻ വേണ്ടി മാത്രമാണ്, പിതാവിനേക്കാൾ കുറഞ്ഞവനാണെന്ന് സൂചിപ്പിക്കാൻ അല്ലെന്നാണ് ഈ വാക്യം പറയുന്നത്. 454 ആദ്യത്തെ വാചകം അങ്ങനെയാണ്. ദൈവപുത്രൻ എന്ന അഭിധാനം യേശു ക്രിസ്തുവിന് തന്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനന്യം എന്ന വാക്കിന് അർത്ഥം അറിയാമല്ലോ. അതിന് പകരം വേറെ ആരുമില്ല. സനാതനം, നിത്യതയാണ്, തുടക്കവും ഒടുക്കവും ഇല്ല. എന്നും ഈശോ പിതാവിന്റെ പുത്രൻ തന്നെയാണ്. അടുത്ത വാക്യത്തിൽ പറയാണ്, അവിടുന്ന് പിതാവിന്റെ ഏകപുത്രനാണ്, അവിടുന്ന് ദൈവം തന്നെയാകുന്നു. അപ്പം ഏകപുത്രനാണെന്ന് എന്റെ വ്യാഖ്യാനം സഭ തരുന്നത് കണ്ടോ. അവിടുന്ന് പിതാവിന്റെ ഏകപുത്രനാകുന്നു എന്നിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, അതിനൊരു സെമിക്കോളിനെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഉടനെ പറഞ്ഞിരിക്കുകയാണ് അവിടുന്ന് ദൈവം തന്നെയാകുന്നു. അപ്പോ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോമിശിഹായെ വിശ്വസിക്കുന്നു പറയുമ്പോൾ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ബോധ്യപ്പെടേണ്ടത്? ഈശോ ദൈവമാണെന്ന് ഏറ്റു പറയുകയാണ് നമ്മൾ. ഏകപുത്രനാകുന്നതിനർത്ഥം CCC 454 അടിവരയിട്ട് പറയുകയാണ് അവിടുന്ന് ദൈവം തന്നെയാകും. ഈ ദൈവം തന്നെയാകുന്ന ആ പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷം 1:18 എടുത്തിട്ടുള്ളതാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ സഭ വെറുതെ പറയുന്നതല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈശോ ദൈവം തന്നെയാകുന്നു. അതിനുശേഷം ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനി ആയിരിക്കാൻ ഒരുവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പോ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരുവൻ ക്രിസ്ത്യാനിയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇപ്പൊ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ എന്താ അർത്ഥം? യേശു ദൈവം തന്നെയാണെന്ന് വിശ്വസിച്ചാലേ ഒരുവന് ക്രിസ്ത്യാനിയാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മാമോദീസ കർമ്മം നമ്മളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കുകയാണ് കാണാൻ പറ്റും. മാമോദീസ വെക്കുന്നതിന് മുമ്പ് 3 പ്രതിജ്ഞകൾ എടുക്കണം, അല്ലെങ്കിൽ 3 വാഗ്ദാനങ്ങൾ നൽകണം. സൂറമലബാറിയത്തിലെ മാമോദീസയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിത്യക്രമത്തിലാണെങ്കിൽ വിശ്വാസ പ്രമാണം മുഴുവനും ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. സൂറമലബാർ ക്രമത്തിൽ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പുരോഹിതൻ. അതിന്റെ ഉത്തരം പറയുക. അതാണ് 3 പ്രതിജ്ഞകൾ. ഒന്നാമത്തെ ചോദ്യം, പിശാചിനെ ഉപേക്ഷിക്കുന്നു. അത് കാരണം ഈശോയെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം പിശാചിനെ ഉപേക്ഷിക്കണം. രണ്ടാമത്തത്, പാപത്തെ ഉപേക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യമാണ് സർവപ്രധാന ചോദ്യം. ഈ പിശാചിനെ ഉപേക്ഷിക്കുന്ന ചോദ്യവും പാപം ഉപേക്ഷിക്കുന്ന ചോദ്യം വാസ്തവത്തിൽ ഒരു ഒരുക്കം മാത്രമായിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നു. ഇപ്പൊ യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നുവെന്ന് ജ്ഞാനസ്നാനാർത്ഥി ബോധ്യത്തോടെ പറയുന്നില്ലെങ്കിൽ ആ മാമോദീസ ഇൻവാലിഡ് ആകും. അങ്ങനെ മാമോദീസയെ വാലിഡ് ആക്കുന്ന പരമപ്രധാനമായ വിശ്വാസം ഈശോ ദൈവമാണ്, ദൈവം തന്നെയാണെന്നുള്ള ബോധ്യമാണ്. അപ്പൊ ശിശു ജ്ഞാനസ്നാനത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ട് മാതാപിതാക്കളും ജ്ഞാനസ്നാന പിതാക്കളും ഇത് പറയണം. എത്ര പേര് ബോധ്യത്തോടെ പറയണമെന്ന കാര്യം വേറെ, ആർക്കും അറിയില്ല ഇതൊന്നും. അച്ഛൻ ചോദിക്കുന്നതിന് അച്ഛൻ തന്നെ മറുപടി പറഞ്ഞു കൊടുക്കും, അത് ഏറ്റു പറയുന്നതല്ലാതെ ബോധ്യത്തോടെ ആരും പറയാറില്ല. പക്ഷെ മുതിർന്നവരെ മാമോദിസ മുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുതിർന്നവരെ മാമോദിസ ഉണ്ടല്ലോ, ചില നമ്മുടെ നാട്ടിലും ഈ ക്രൈസ്തവരായ ചിലര് ഒത്തിരി കൊല്ലങ്ങൾക്ക് ശേഷം 10, 40, 50 വയസ്സായിട്ട് മാമോദിസ മുങ്ങുന്നവരുണ്ട്. അപ്പൊ അവരിത് ബോധ്യത്തോടെ, ധ്യാനമെല്ലാം കൂടി ഈശോ ദൈവമാണെന്ന ബോധ്യത്തോടെ നിൽക്കുന്നത് കൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവര് നല്ല ബോധ്യത്തോടെയാണ് പറയുന്നത് യേശു ദൈവം തന്നെയാണ്. ഈ അമേരിക്കയിൽ ഇംഗ്ലീഷ് പള്ളികളിൽ RCA കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാ കൊല്ലവും കുറെ പേര് സഭയിലേക്ക് ചേരുന്നുണ്ടല്ലോ, അവരും ബോധ്യത്തോടെ അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമ്മൾക്കത് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ
ഇപ്പോഴെങ്കിലും അത് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യത്വത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുകയില്ല. യേശു ദൈവം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വാക്യം എങ്ങനെയാണ്? ക്രിസ്ത്യാനി ആയിരിക്കാൻ ഒരുവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രബോധനം, അതിന്റെ ഇനി ഒരു ഭാഗം കൂടെ ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഭാഗത്തേക്ക് അവസാനിക്കുകയാണ്. ഏകദേശം ഇതുവരെ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാം. നമ്മുടെ ഈ പഠനത്തിന്റെ ലക്ഷ്യം യേശുവിനെ അറിയുക എന്നതാണ്. യോഹന്നാൻ 17:3 കീ വേർഡ്, താക്കോൽ വാക്യമാണ് യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ബൈബിളിൽ അറിയുക എന്ന വാക്കിന് അർത്ഥം റിലേഷൻഷിപ്പ് എന്നാണ്. ഒരു വ്യക്തിയുമായി അത്യഗാധ ബന്ധത്തിലേക്ക് വരുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് അറിയുക. അപ്പൊ യേശുവിനെ അറിയേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ആദ്യം താത്വികമായി, ഡോക്ട്രൈനിലായി, ഇന്റലക്ച്വലായിട്ട്, ബുദ്ധിപരമായിട്ട് അറിയണം. രണ്ടാമത്തത് ഹൃദയതലത്തിൽ അറിയണം. അത് ഹൃദയതലത്തിൽ സ്നേഹം നമുക്കറിയാം. അപ്പൊ ഈശോയെ അറിയുന്നതിന്റെ തോതനുസരിച്ച് ഈശോയോടുള്ള സ്നേഹബന്ധം വർദ്ധിക്കും. അപ്പൊ അതിന് ആ അറിവിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. വെറുതെ ഒരു തത്വം പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈശോയോടുള്ള നമ്മുടെ വ്യക്തിബന്ധം ആഴപ്പെടുത്താൻ വേണ്ടിയും അങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. അതിന്റെ പ്രാരംഭമായിട്ടാണ് നമ്മൾ ഈശോ ദൈവപുത്രനാണ് എന്ന ആ കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കിയത്. അപ്പോൾ അത് സുവിശേഷകന്മാരെല്ലാവരും, 4 സുവിശേഷകന്മാരുടെയും ഫോക്കസ് ഈശോ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അവരെഴുതിയ എല്ലാ കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാനത്തേത് വളരെ ശ്രദ്ധേയമായ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങൾ യേശു പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക മൂലം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ഈശോ പ്രവൃത്തി അടയാളങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അത്ഭുതങ്ങളെയാണ് അടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും ലക്ഷ്യം അന്നത്തെ ആൾക്കാർക്കും ഇന്ന് വായിക്കുന്ന നമുക്കും ഈശോ ദൈവം തന്നെയാണെന്നുള്ള തെളിവിന് വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഓരോ മുഖ്യ ഏറ്റുപറച്ചിലുകൾ നമ്മൾ ശ്രദ്ധിച്ചു. പിതാവായ ദൈവം 2 പ്രാവശ്യം പറയുന്നു, ഈശോ 3 പ്രാവശ്യം പറയുന്നു, പത്രോസ് പറയുന്നു, നത്താനേൽ പറയുന്നു, മർത്ത പറയുന്നു. പൗലോസിന്റെ സാക്ഷ്യം പറയാൻ വിട്ടു. വാസ്തവത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പൗലോസിന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ വിചാരണയുടെ സമയത്ത് പൗലോസ് പറഞ്ഞ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹൂദ വംശത്തിൽ ജനിച്ചവനാണ്, 1-ാം തരം പരിസയനായിരുന്നു, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ചെറുപ്പം മുതലേ പിതാക്കന്മാരുടെ ജ്ഞാനം അഭ്യസിച്ചവനാണ്. യഹൂദ മതമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം പറയുന്നത്. യേശുക്രിസ്തുവിനെതിരായി പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ അനേകം വ്യക്തികളെ ഞാൻ വിശ്വാസം തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം പൗലോസിനെ പറ്റിയാണ് അപ്പോസ്തല പ്രവൃത്തി 9:20 നമ്മൾ പറയുന്നത്. പൗലോസിന് ഡമാസ്കസിൽ വെച്ചുണ്ടായ യേശു അനുഭവത്തിന് ശേഷം 3 ദിവസം അദ്ദേഹത്തിന് അന്ധനായിപ്പോയി. മനഃപൂർവ്വം ദൈവം ചെയ്തത് അവന്റെ ലോകകാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കാനും അവനുണ്ടായ ആ അനന്യമായ അതുല്യമായ ദൈവാനുഭവത്തിൽ മുഴുകാനും വേണ്ടി അവന്റെ കണ്ണന്താക്കിക്കളഞ്ഞു. ആ 3 ദിവസം കൊണ്ട് പൗലോസ് അടിമുടി മാറി. അതിനുശേഷം 9:20 നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 9:1 മുതലാണ് മനസാന്തര ഡമാസ്കസ് സംഭവം വിവരിക്കുന്നത്. 9-ാം അധ്യായത്തിൽ 1 മുതൽ 20-ാം വാക്യമാകുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വൈകാതെ സാവൂൾ സിനഗോഗുകൾ പഠിപ്പിക്കാൻ തുടങ്ങി, യേശു ദൈവപുത്രനാണ്. അപ്പൊ സിനഗോഗിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ പ്രതികരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു,
ഇവനല്ലേ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെല്ലാം കൊന്നുകൊണ്ട് നടക്കുന്നവൻ, അവനാണ് ഇവിടെ വന്ന് ഇത് പറയുന്നത്. എന്തൊരു മാറ്റാണ് സാവൂൾ ഉണ്ടായി നോക്കുക. ഈശോയുടെ നാമം കേൾക്കുമ്പോൾ കാർക്കിച്ചു തുപ്പിയിരുന്നവൻ ഈശോയുടെ സഭയെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തിരുന്നവൻ പിന്നെ പറയുന്നത് ഒറ്റ വാക്ക്, അവന്റെ പ്രസംഗ വിഷയം അതാണ്. 9:20 വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഈശോയുടെ ദൈവപുത്രത്വം പൗലോസ് അതാണ് പറഞ്ഞത്, പത്രോസ് അതല്ലേ പറഞ്ഞത്. പത്രോസ് അത് പറഞ്ഞപ്പോഴേ ഈശോ എന്താ പറയുന്നത്? നീ ഭാഗ്യം, പേര് തന്നെ മാറ്റിക്കള. അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞ ഉടനെ കർത്താവ് ശമോന്റെ പേര് മാറ്റി. നീ പാറയാകുന്നു, ഈ പാറമേൽ സഭ ഞാൻ സ്ഥാപിക്കും. നീ ഭാഗ്യവാൻ എന്നും പറഞ്ഞു. സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് തരുമെന്നും പറഞ്ഞു. അപ്പോൾ യേശു ദൈവപുത്രനാണ് എന്നുള്ള സഭയുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ബുദ്ധിപരമായി ബോധ്യപ്പെട്ടിട്ടാണ് പറയണതെങ്കിലും അത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രഖ്യാപനമാണ്. അതേപറ്റി യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഈശോ ദൈവപുത്രനാണെന്ന് പറയുന്നതിന്റെ അത്ഭുതകരമായ ഫലം എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 1 യോഹന്നാൻ 4:14-15 15 വാക്യം മതി. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു. പിന്നെ യോഹന്നാന്റെ അതേ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഈ ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിന്റെ അരൂപിയോട് പടവെട്ടുന്നവൻ, സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. നമ്മളെല്ലാവരെയും നാം അറിയാതെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയായി ലോകത്തിന്റെ അരൂപി, സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ വ്യക്തമായിട്ട് പറയാണ്, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവന് ലോകത്തിന്റെ മേൽ ജയമുണ്ടാകും. ലോകം അവനെ മുക്കിക്കളയുകയില്ല, ലോകം അവനെ കീഴ്പ്പെടുത്തി കളയുകയില്ല, ലോകം അവനെ അതിന്റെ അടിമയാക്കുകയില്ല. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവൻ. അതേ ലേഖനത്തിന്റെ 20-ാം വാക്യത്തിൽ പറയാണ്, ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. അതാണ് കൺക്ലൂഷൻ. യോഹന്നാൻ തന്റെ സുവിശേഷ രചനയും ലേഖന രചനയും അവസാനിപ്പിക്കുന്നത് ഈ വാക്യത്തോടെയാണ്. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അറിയിച്ചിരുന്നതനുസരിച്ച് ഒരു ഭാഗം കൂടെ നമ്മൾ ഇന്ന് കവർ ചെയ്യാതെ പോയിട്ടുണ്ട്. അത് ഈശോ ദൈവമാണെന്ന് തെളിയിച്ച സുവിശേഷ വിവരണങ്ങളാണ്. അത് വായിക്കാത്തവരൊന്ന് വായിച്ചു നോക്കുക. നമുക്കത് ഇവിടെ ഇപ്പൊ സമയം പറയാൻ സമയമില്ല. അത് ഒന്നൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അത് ഒന്നാമത് ഈശോ ദൈവമാണെന്ന് ഈശോ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രവൃത്തികളിലൂടെ. അത് അവിടുന്ന് ആരാധന സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈശോ ആരാധന സ്വീകരിച്ചു. ഈശോ പാപം ക്ഷമിക്കാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം 1850-ാം ഖണ്ഡികയിൽ CCC 1850-ാം ഖണ്ഡികയിൽ പറയാണ്, പാപം ദൈവത്തോടുള്ള ദ്രോഹമാണ്. ദൈവത്തോടുള്ള ദ്രോഹമാണ് പാപമെങ്കിൽ പാപം ക്ഷമിക്കാനും പൊറുക്കാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈശോ അനേകം പാപികളെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കിയ തളർവാദ രോഗിയെ കണ്ടപ്പോൾ അവരെ കൊണ്ടുവന്നവരുടെ ഉദ്ദേശം അവന്റെ രോഗം മാറാനാണെങ്കിൽ ഈശോ ആദ്യം പറയുന്നു, മകനെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്.
ഷെമയോൻ എന്ന് പറയുന്ന പരിസേയന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന യേശുവിന്റെ പാദങ്ങളിൽ കമന്ന് കിടന്ന് കരഞ്ഞ് 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 കണ്ണുനീരുണ്ട് കാല് കഴുകുന്ന സ്ത്രീയോട് ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നു, നീ പൊയ്ക്കൊള്ള, ഇനിയും മേൽ ചെയ്യാതിരുന്നാൽ മതി. ഈശോ പാപം ക്ഷമിക്കുന്നു, ഈശോ ആരാധന സ്വീകരിക്കുന്നു. മറ്റൊന്ന്, ഈശോയ്ക്ക് പ്രപഞ്ചശക്തികളുടെ അധികാരം കൊടുങ്കാറ്റിനോടും തിരമാലകളോടും അടങ്ങാൻ പറയുമ്പോൾ അവ ഫുൾ സ്റ്റോപ്പായി പോകും. പച്ചവെള്ളത്തോട് ഒരു വാക്ക് മിണ്ടുമ്പോൾ അത് വീഞ്ഞായിട്ട് മാറുന്നു. മറ്റൊന്നാണ് യേശു ഉദ്ധാനം ചെയ്തു എന്നുള്ളത്. ഏറ്റവും എല്ലാ അത്ഭുതങ്ങളിലും അടയാളങ്ങളും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ഉദ്ധാനം ചെയ്തു എന്നുള്ളത്. അത് എത്ര ഉറപ്പായിരുന്നു. ആദ്യം തന്നെ പീഡാനുഭവത്തെ പറ്റി 3 പ്രാവശ്യം പറയുമ്പോൾ എടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ 3 ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ ഈശോ മറ്റുള്ളവരെ ഉയർപ്പിച്ചത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈശോ ദൈവമാൻ തെളിയിച്ച സംഭവങ്ങൾ. നമുക്ക് ഇനി ലൈറ്റ് സമയം കുറഞ്ഞു പോയി. ഇനിയുള്ള 8 മിനിറ്റ് ഉണ്ട്, 9 മിനിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ പറഞ്ഞ വിഷയം, നമ്മൾ ഈ വിഷയം തന്നെ ഇനി പലപ്പോഴും ഈ ക്ലാസ്സുകളിൽ ആവർത്തിക്കാം തീർച്ചയായിട്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത കുറവോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പരിശ്രമിക്കുക.